ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ എന്നാൽ വ്യത്യസ്തമായൊരു മീൻകറി പരീക്ഷിച്ച് നോക്കാം. അതിന് വേണ്ടത് ഒരു പിടി ചുമന്നുള്ളി, നെടുകെ കീറിയ പച്ചമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പിന്നെ ഒരു പിടി തേങ്ങ. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഫസ്റ്റ് പെരിഞ്ജീരകം, ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിഴിപുളി എന്നിവ ആഡ് ചെയ്യുക. ഇത് വടക്കംപുളിയാണ് കേട്ടോ. ആഡ് ചെയ്ത് തേങ്ങയും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ടതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി. ആവശ്യത്തിനെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എരിവ് വേണം, അതുകൊണ്ട് ഞങ്ങൾ തോനെ മുളക് പൊടി ഇട്ടു. നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവ് നോക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടതിന് ശേഷം മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടായതിന് അതിലേക്ക് കടുക്, ഉലുവ എന്നിവ ആഡ് ചെയ്ത്, കടുക് പൊട്ടിയതിന് ശേഷം മാത്രം ഉലുവ ആഡ് ചെയ്യുക. ഉലുവ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു പിടി കറിവേപ്പില. നമ്മൾ അരപ്പരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ, മണത്തിനും ഗുണത്തിനും വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റുക. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. തിരുതേ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഇവിടുത്തെ പേര്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ആഡ് ചെയ്യുക. ഒരു തിള വരുമ്പോൾ അതിലേക്ക് മീനും ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഞങ്ങൾ നല്ല കട്ടിക്കാണ് തക്കാളി അരിയുന്നത്, അങ്ങനെ അരിഞ്ഞിട്ട് നല്ല രീതിയിൽ തിളച്ച് വന്നു കഴിയുമ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. സ്വാദിഷ്ടമായ മീൻകറി റെഡി. മീൻകറി റെഡി ആയതിൻ്റെ തമ്പാണ് കേട്ടോ ഹസ്ബൻഡ് അവിടെ കാണിക്കുന്നത്. നല്ല രീതിയിൽ ജസ്റ്റ് കയ്യിലിട്ട് ഇളക്കാതിരിക്കുക, അതായത് മീൻസ് തവിയിട്ട് ഇളക്കാതിരിക്കുക. മീൻ പൊടിഞ്ഞു പോകുന്നത് അങ്ങനത്തെ മീനാണ്. അപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കണേ.